ഗ്രാമപഞ്ചായത്ത് അംഗം അവധിയിൽ പ്രവേശിച്ച് വിദേശത്തേക്ക് പോയത് മൂലം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായതായി ആരോപണം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ബിൻസി ജോണിയാണ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയത്. ഇതോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളടക്കം പ്രതിസന്ധിയിലായതായാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആരോപിക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ചെമ്പകപ്പാറയിലെ മെമ്പറാണ് അവധിയിൽ പ്രവേശിച്ച് വിദേശത്തേക്ക് ജോലിക്കായി പോയത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർ നൽകിയ അപേക്ഷയിന്മേൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി എടുത്ത തീരുമാനപ്രകാരം 6 മാസം അവധി ലഭിച്ച ശേഷമാണ് ഇവർ വിദേശത്തേക്ക് പോയത്. കഴിഞ്ഞ ഡിസംബർ മാസമാണ് അവധിയിൽ പ്രവേശിച്ചത്. ഇതിനുശേഷം വാർഡിൽ മെമ്പർ ഇല്ലാത്തത് മൂലം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിൽ ആയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ഒരു മെമ്പർ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സാക്ഷ്യപത്രം മേടിക്കണമെങ്കിൽ ഇവിടുന്ന് 12 കിലോമീറ്റർ യാത്ര ചെയ്ത ആൾക്കാരെ യാത്രയാക്കി പോയി പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് മേടിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മെമ്പർ അവധിയിൽ പ്രവേശിച്ചതോടെ വാർഡിന്റെ ചുമതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനാണ്. എന്നാൽ ഇദ്ദേഹത്തിന് തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ പ്രസിഡന്റായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്കുകളും ഉള്ളതിനാൽ ഈ വാർഡിലേക്ക് കൃത്യമായി എത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതോടെ വാർഡ് മെമ്പറുടെ ഒപ്പം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കിലോമീറ്റർ താണ്ടി ഇരട്ടിയാർ പഞ്ചായത്ത് ഓഫീസിൽ എത്തേണ്ട സാഹചര്യമാണ്. ഇത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും പറയുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ വാർഡിൽ ഒരാളുമില്ല, പരാതി പറയാനും ഒരാളില്ല. ഈ വാർഡിലുണ്ടായിരുന്ന മെമ്പർ വിദേശ ജോലി സമ്പാദിച്ച് പോയപ്പോൾ ഈ വാർഡിലെ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയെന്ന് പറയുകയോ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ തൻ്റെ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് പോവുകയോ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഒരു മെമ്പർ വന്ന് വാർഡിലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ. കൂടാതെ വാർഡിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളമടക്കം ലഭ്യമാക്കുന്നതിന് വലിയ പ്രതിസന്ധി നിലവിൽ നേരിടുന്നതായി പറയുന്നു. തമ്പാൻ സിറ്റിക്ക് സമീപമുള്ള അംഗൻവാടിയിൽ കുടിവെള്ള പ്രതിസന്ധി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി വൈകുകയാണ്. വെള്ളം ഈ മേഖലയിൽ ലഭ്യമാകാത്തത് മൂലം കുട്ടികളെ അംഗൻവാടിയിൽ വിടുന്നതടക്കമുള്ളവ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതെന്നും ഇവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധമടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടയാർ.